ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് ലൂക്കറിൻ്റെ 6 ഇഞ്ച് വരുന്ന പൈപ്പ് ടൈപ്പ് നമുക്ക് എക്സോസ്റ്റ് ഫാനാണ് നോക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് എക്സോസ്റ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അതായത് മെയിനായിട്ട് വരുന്നത് നമ്മൾ റൂമുകളിൽ നമ്മൾ കൊടുക്കാറുണ്ട്. കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ബാത്റൂംസിലാണ് വരുന്നത്. എല്ലാ ബാത്റൂമിലും മസ്റ്റായിട്ട് നമ്മൾ എക്സോസ്റ്റ് ഫാൻ കൊടുക്കാറുണ്ട്. അത് സ്ക്വയർ ടൈപ്പാണ് പണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ മാറിയതിന് ശേഷം പൈപ്പ് ടൈപ്പാണ്. അപ്പോൾ കുറച്ചുകൂടി ഫിറ്റിങ്ങും കാര്യങ്ങളും എയർ വലിച്ച് കളയാനൊക്കെ എളുപ്പമായിരിക്കും. വേറെ ഒന്നുമില്ല, നമ്മൾ എത്ര ഇഞ്ചാണോ ബാത്റൂമിൽ കൊടുക്കാൻ 6 ഇഞ്ച് മതി. 6 ഇഞ്ചിൻ്റെ ബാത്റൂമുകളിലൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 ഇഞ്ച് മതിയാവും. അത് ഷട്ടർ ടൈപ്പാണ് ഏറ്റവും നല്ലത്. കാരണം എക്സോസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം അതിൻ്റെ ഷട്ടർ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള എക്സോസ്റ്റുകളാണ് കുറച്ചുകൂടി നല്ലതും സേഫ്റ്റിയും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ച്, അതായത് 6 ഇഞ്ചിൻ്റെ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ എക്സോസ്റ്റ് നമ്മൾ കൊടുക്കുന്നതിന് പൈപ്പ് ടൈപ്പ് കൊടുക്കുന്നതിന് 6 ഇഞ്ചിൻ്റെ തന്നെ പൈപ്പ് PVC പൈപ്പ് നമുക്ക് റെഡിമെയ്ഡായിട്ട്, അതല്ലെങ്കിൽ കറക്റ്റ് ഭിത്തിക്കനം ഏകദേശം 10 ഇഞ്ചാണ് വരുന്നത്. 10 ഇഞ്ച് നോർമൽ ലെവലിൽ 10 ഇഞ്ച് വരുന്നുണ്ടാവും. ആ 10 ഇഞ്ചിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്ത് ചില കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. PVC അതായത് പ്ലംബിംഗ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ പൈപ്പ് വാങ്ങിച്ചതിന് ശേഷം 10 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഭിത്തിയിൽ കറക്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പൈപ്പ് പിടിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ ഭിത്തിയിൽ കൊടുക്കുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പോൾ വാർക്കയിൽ നിന്ന് മിനിമം ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചെങ്കിലും താഴ്ത്തിയിടണം. അല്ലെങ്കിൽ ഈ എക്സോസ്റ്റ് ഫാനിൻ്റെ ഫ്രെയിം അത് പിടിപ്പിക്കാൻ സാധിക്കില്ല. അതായത് പൈപ്പ് ഒരിക്കലും വാർക്കയോട് ചേർത്തിടരുന്ന അർത്ഥം. കാരണം ഫ്രെയിം വരുന്നുണ്ടായി, എക്സോസ്റ്റ് ഫാനിൻ്റെ ഫ്രെയിം വരുന്ന സമയത്ത് അകത്തേക്ക് കയറില്ല. അപ്പോൾ മിനിമം പൈപ്പും നമ്മുടെ വാർക്കയും തമ്മിൽ ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാക്സിമം സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളിത് കാണിച്ചിരിക്കുന്നതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നോർമൽ ലെവലിൽ നമ്മൾ റൂമുകളിലും അതുപോലെ തന്നെ ബാത്റൂമുകളിലും നമ്മൾ എക്സോസ്റ്റ് കൊടുക്കുന്നത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി അതല്ല, കിച്ചണിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഹെവി ഡ്യൂട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് 6 ഇഞ്ച് മാറ്റിയതിന് ശേഷം 8 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ട് 8 ഇഞ്ച് എക്സോസ്റ്റും കിട്ടും. അതും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം വെച്ചാൽ കുറച്ചുകൂടി സൈലൻ്റ് ആയിരിക്കും. മറ്റേ ഹെവി ഡ്യൂട്ടി ആകുമ്പോൾ കുറച്ചുകൂടി സൗണ്ട് ഉണ്ടാവും. കിച്ചണിൻ്റെ ഏരിയയിലൊക്കെ എപ്പോഴും സൗണ്ട് ഫീൽ ചെയ്യും, ഹെവി ഡ്യൂട്ടി ആണല്ലോ. പക്ഷേ ഇതാകുമ്പോൾ സൈലൻ്റ് ആയിരിക്കും. അത്യാവശ്യം നോർമൽ ലെവലിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ എയർ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സോസ്റ്റ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ബാത്റൂമുകളിലും റൂമുകളിലും അതുപോലെ തന്നെ മെയിൻ ഹാളുകളിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അത്യാവശ്യം എയർ വലിച്ച് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കിച്ചണിൽ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന എക്സോസ്റ്റ് കൊടുക്കുന്ന ഏരിയകൾ. അപ്പോൾ 6 ഇഞ്ച് വരുന്നത്, 8 ഇഞ്ച് വരുന്നുണ്ട്. അത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കും. നോർമൽ ലെവലിൽ ഒരു 1000 രൂപ ആയിട്ടാണ് നമ്മൾ ഒരു നോർമൽ ലെവലിലോട്ട് എക്സോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking